എല്ലാ വിദ്യാർത്ഥികൾക്കും മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമുക്ക് മാത്സിൻ്റെ ക്ലാസ്സും മറ്റും തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതായിരുന്നാലും ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്റർ ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്ന ഒരു പാഠഭാഗത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഇന്ന് നമ്മുടെ ക്ലാസ് നടക്കുന്നത്. ഈ ക്ലാസ്സിലേക്ക് നിങ്ങളെ ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പുതിയൊരു ചാപ്റ്റർ തുടങ്ങുവാണ്. ചാപ്റ്ററിന്റെ പേരാണ് ത്രികോണത്തിന്റെ പരപ്പളവ്. പേജ് നമ്പർ 70-ലെയും 71-ലെയും ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഇക്വേഷൻ പഠിക്കാനുണ്ട്. എന്താണ് ഒരു മട്ടത്രികോണത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് ലംബവശങ്ങളുടെ ഗുണനഫലത്തിന്റെ പകുതിയാണ്. അത് നമുക്ക് എളുപ്പമായിട്ട് ഇങ്ങനെ പഠിക്കാം. ത്രികോണത്തിന്റെ പരപ്പളവ് is equal to 1/2 ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ഇനി എന്താണ് ബി എന്ന് പറഞ്ഞാൽ? ബി എന്ന് പറഞ്ഞാൽ പാദത്തിന്റെ നീളമാണ്. പാദം ഇങ്ങനെയുള്ള വശത്തെയാണ് നമ്മൾ പാദം എന്ന് പറയാം, ഇങ്ങനെയുള്ള വശം. ദെൻ എച്ച് എന്ന് പറഞ്ഞാൽ ലംബമാണ്. ഓക്കെ, അപ്പോൾ ഇത് വെച്ച് നമ്മൾ പ്രോബ്ലങ്ങളൊക്കെ ചെയ്യണത്. ത്രികോണത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2 ഇൻറ്റു ഹാഫ് ഇൻറ്റു ബി എച്ച് ആണ്. ബി പാദത്തിന്റെ നീളം, എച്ച് ലംബത്തിന്റെ നീളം. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ചോദ്യങ്ങൾ ചെയ്യാം. രണ്ട് ത്രികോണത്തിന്റെ പരപ്പളവ് കാണാനുള്ള ചോദ്യമാണ് ഇവിടെ ഉള്ളത്. നമുക്കിതിനെ 1 എന്നും ഇതിന് 2 എന്നും പറയാം. അപ്പം നമുക്ക് ആദ്യം നമ്മൾ ചെയ്യാൻ പോണത് ഒന്നാമത്തെ ത്രികോണത്തിൻ്റെയാണ്. ഓക്കെ, അപ്പം നമുക്ക് അറിയാലോ അതിൻ്റെ പാദം എന്ന് പറയുന്നത് എത്രയാണ്? ദാ ഇവിടെ കിടപ്പുണ്ട്, 6 സെൻറ്റിമീറ്റർ ആണ്. ദെൻ അതിൻ്റെ ലംബം എന്ന് പറയുന്നത് എത്രയാണ്? ദാ 10 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ പരപ്പളവ് എന്താണ്? 1/2 ഇൻറ്റു പാദം ഇൻറ്റു ലംബം. അതിനെയാണ് നമ്മൾ മട്ടത്രികോണത്തിന്റെ ലംബവശങ്ങളുടെ ഗുണനഫലം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ 1/2 ഇൻറ്റു പാദത്തിന് പകരം 6 ഇട്ട് കൊടുക്കുക, ലംബത്തിന് പകരം 10 ഇട്ട് കൊടുക്കുക. സോ 6 ഇൻറ്റു 10 60, 60/2 എത്ര വരും? 30 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. അത്രയേ ഉള്ളൂ ആദ്യത്തെ ത്രികോണത്തിന്റെ ചോദ്യം. എളുപ്പമല്ലേ? എല്ലാം തന്നിട്ടുണ്ട്, ചുമ്മാ നോക്കി എഴുതുക, അങ്ങനെ തീർക്കാം. ദെൻ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്തെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെയാണ്. രണ്ടാമത്തെ ത്രികോണം. അപ്പോൾ ഇതുപോലെ തന്നെ അതിൻ്റെ പാദം എന്ന് പറയുന്നത് എത്രയാണ്? ദാ ഇവിടെ കിടപ്പുണ്ട്. എത്രയാണ്? 4.5. അതിൻ്റെ ലംബം എത്രയാണ്? 6 സെൻറ്റിമീറ്റർ. സോ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പരപ്പളവ് എന്താണ്? 1/2 ഇൻറ്റു പാദം ഇൻറ്റു ലംബം. അപ്പം എങ്ങനെ വരും? ഹാഫ് ഇൻറ്റു പാദത്തിന് പകരം 4.5, ലംബത്തിന് പകരം 6. വെട്ടിക്കളഞ്ഞത് ചെയ്യണ എളുപ്പം. 2 2-ൽ 1 പ്രാവശ്യം, 2 6-ൽ 3 പ്രാവശ്യം. 3 ഇൻറ്റു 4.5 13.5 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. അപ്പം അത്രയേ ഉള്ളൂ അതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ അടുത്ത ചോദ്യം. നമുക്ക് ഈ ഷേപ്പിന്റെ എന്ത് കണ്ടുപിടിക്കണം? ഏരിയ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമുക്ക് ഇവർക്ക് നമ്പർ കൊടുക്കാം. ഇതെന്ന് പറയുന്നത് ഒന്നാമത്തെ ത്രികോണം, ഇതെന്ന് പറയുന്നത് രണ്ടാമത്തെ ത്രികോണം, മൂന്നാമത്തെ നമുക്ക് അറിയാം എന്താണ്? ചതുരമാണ്. അപ്പൊ ആദ്യം നമുക്ക് ചതുരത്തിന്റെ പരപ്പളവ് കാണാം. ചതുരത്തിന്റെ പരപ്പളവ് എന്താണ്? അദ്ദേഹത്തിനുള്ള പരപ്പളവിന്റെ നീളം ഇൻറ്റു വീതി. ചതുരത്തിന്റെ പരപ്പളവിന്റെ എന്ന് പറയുന്നത് നീളം ഇൻറ്റു വീതിയാണ്. ഓക്കെ, അതിന്റെ ചതുരത്തിന്റെ നീളം എത്രയാണ്? ഇതാ ഇവിടെ ഉണ്ട്. എത്രയാണ്? 6 സെൻറ്റിമീറ്റർ. ദെൻ അതിന്റെ വീതി എത്രയാണ്? 5 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് എങ്ങനെ വരും? 6 ഇൻറ്റു 5 എത്ര കിട്ടും? 30 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം?
ത്രികോണങ്ങളുടെ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഒന്നാമത്തേൻ്റെ ചെയ്യാം. ഒന്നാമത്തെ ത്രികോണം നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ത്രികോണത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് ബി എച്ച് ആണ്. പരപ്പളവ് ഇസ് ഈക്വൽ ടു അര ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? പാദത്തിന് നീളം. ഇവിടെ എത്രയാണത്? 2 ആണ്. ദെൻ എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈറ്റ്. ഇവിടം തൊട്ട് ഇവിടം വരെ എത്രയായിരിക്കും? അത് 5 ആണ്. കാരണം ഇവിടെ 5 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്ത് എന്ത് തന്നെ ആയിരിക്കും? 5 തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പരപ്പളവ് എന്ത് കിട്ടും? അര ഇൻറ്റു 2 ഇൻറ്റു 5. വെട്ടിക്കളയാം അല്ലേ? ഈ രണ്ടും പോവും. ഉത്തരം എന്ത് കിട്ടും? 5 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പം നമുക്ക് ആദ്യത്തെ ത്രികോണത്തിൻ്റെ പരപ്പളവ് കിട്ടി. ഇനി എന്ത് ചെയ്യണം? രണ്ടാമത്തേൻ്റെ ചെയ്യണം. രണ്ടാമത്തെ ത്രികോണം ഇതുപോലെ തന്നെയാണ് ഇക്വേഷൻ. പരപ്പളവ് എന്ന് പറഞ്ഞാൽ ലംബവശങ്ങളുടെ ഗുണനഫലത്തിൻ്റെ പകുതി, അതായത് ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്. രണ്ടാമത്തെ ബേസ് എത്രയാ? ഇത്രയുമാണ്. അത് എത്രയാണ്? 2 സെൻറ്റിമീറ്റർ. അതിൻ്റെ എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഹൈറ്റാണ്. സെയിം തന്നെ. എത്ര തന്നെ? 5 സെൻറ്റിമീറ്റർ തന്നെ അല്ലേ? അപ്പം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കും? പരപ്പളവ് എന്ന് പറയുന്നത് അര ഇൻറ്റു 2 ഇൻറ്റു 5. 2 പോവും. എത്ര കിട്ടും? 5 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പം അതും കഴിഞ്ഞു. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ആകെ പരപ്പളവ്. ആകെ പരപ്പളവ് എന്ന് പറഞ്ഞ എന്താണ്? എല്ലാത്തിൻ്റെയും കൂടി തുകയാണ്. എന്ത്? ചതുരത്തിൻ്റെ പരപ്പളവ് പ്ലസ് എന്ത് വേണം? ത്രികോണങ്ങളുടെ പരപ്പളവ്. ത്രികോണങ്ങളുടെ പരപ്പളവ് ചെയ്യാലോ. ചതുരത്തിൻ്റെ എത്രയാണ്? 30. ത്രികോണങ്ങളുടെ എത്രയാണ്? 5ഉം 5ഉം തുല്യമാണ് അല്ലേ? സോ 5 + 5 30 + 5 35 35 5 40. സോ 40 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പം അതാണ് എന്ത്? ഇതിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ അതിൻ്റെ ആൻസർ. കിട്ടിയല്ലോ? എളുപ്പമല്ലേ ചെയ്യാനായിട്ട്? ഇനി നോക്കിക്കേ, ഇതാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇതുപോലെ തന്നെ എന്ത് കണ്ടുപിടിക്കണം? ആകെയുള്ള പരപ്പളവ് കണ്ടുപിടിക്കണം. പേര് കൊടുക്കാം. ഒന്നാമത്തെ ത്രികോണം, രണ്ടാമത്തെ ത്രികോണം, പിന്നെ ചതുരം. ചതുരത്തിന് നമുക്കറിയാലോ എന്താണ്? ചതുരത്തിന്റെ പരപ്പളവ്. ഇത് നമ്മൾ കുഞ്ഞു ക്ലാസ് തൊട്ടേ പഠിക്കണം അല്ലേ? അത് പരപ്പളവ് ഇക്വേഷൻ എന്താണ്? നീളം ഇൻറ്റു വീതി. ഇനി എന്താണ് ഇതിന്റെ നീളം? ഇതാണ് നീളം. എത്ര? 4 സെൻറ്റിമീറ്റർ. ദെൻ വീതി എന്ന് പറയുമ്പോൾ ഇതാണ്. എത്ര? 3 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ പരപ്പളവ് എന്താണ്? നീളം ഇൻറ്റു വീതി. 4 ഇൻറ്റു 3 എത്ര കിട്ടും? 12 സെൻറ്റിമീറ്റർ സ്ക്വയർ. ചതുര സെൻറ്റിമീറ്റർ ആണ്, സ്ക്വയർ എന്ന് തന്നെ എഴുതണം. അപ്പം അത് കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യണം? ത്രികോണങ്ങളുടെ കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് ഒന്നാമത്തെ ത്രികോണം. ഒന്നാമത്തെ ത്രികോണം നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പരപ്പളവിൻ്റെ ഇക്വേഷൻ എന്താണ്? അതിൻ്റെ പെർപെൻഡിക്കുലർ, അതായത് ലംബവശങ്ങളുടെ ഗുണനം അല്ലേ? ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ബി എന്ന് പറഞ്ഞാൽ എത്ര? ഇത് 1 സെൻറ്റിമീറ്റർ. എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഹൈറ്റ്. എത്ര? 3 സെൻറ്റിമീറ്റർ. സോ പരപ്പളവ് എന്ത് കിട്ടും? അര ഇൻറ്റു 1 ഇൻറ്റു 1 ഇൻറ്റു 3. അപ്പോൾ എന്ത് കിട്ടും? 3/2 എന്ന് പറഞ്ഞാൽ എത്രയാ? 1.5. അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് കുറച്ച് എളുപ്പമാവും. അപ്പോൾ ആദ്യത്തെ പരപ്പളവ് എത്ര? 1.5 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി എന്ത് കണ്ടുപിടിക്കണം? രണ്ടാമത്തെ ത്രികോണത്തിൻ്റെ. രണ്ടാമത്തെ ത്രികോണം അതിൻ്റെയും പരപ്പളവിൻ്റെ ഇക്വേഷൻ എപ്പോഴും ത്രികോണത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? സെയിം ഇക്വേഷൻ തന്നെ. എന്ത്? ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്. അത് എഴുതി പഠിക്കണം കേട്ടോ നല്ലോണം. ബി എന്ന് പറഞ്ഞാൽ ബേസിലെ പാദത്തിൻ്റെ നീളം. എത്ര? 2 സെൻറ്റിമീറ്റർ. എച്ച് എന്ന് പറഞ്ഞ ഹൈറ്റ്. എത്ര? 3 സെൻറ്റിമീറ്റർ. അപ്പോൾ പരപ്പളവ് എന്ത് കിട്ടും? അര ഇൻറ്റു ബിക്ക് പകരം 2 ദെൻ 3. ഈ 2 വെട്ടിപ്പോയി. എന്ത് കിട്ടി? 3 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആകെ പരപ്പളവ് കണ്ടുപിടിക്കണം. മൊത്തം പരപ്പളവ്.
സോ ആകെ പരപ്പളവ് ഈക്വൽ ടു എന്തൊക്കെയാണ്? ചതുരത്തിൻ്റെ പരപ്പളവ് പ്ലസ് എന്ത് വരും? ത്രികോണത്തിൻ്റെ പരപ്പളവ്. ത്രികോണത്തിൻ്റെ പരപ്പളവ്. ഇനി ഓരോന്നോരോന്ന് എഴുതിക്കേ. ചതുരത്തിൻ്റെ എത്രയാണ്? 12. ത്രികോണങ്ങളുടെ എത്രയാണ്? 1.5ഉം 3. ഇപ്പം രണ്ടുകൂടി കൂട്ടിക്കേ. 12 3 15 1 16. 16.5 ഇത്രയും സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഇതാണ് എന്ത്? ഇതിൻ്റെ പരപ്പളവ്. എത്ര? 16.5 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോകാമല്ലോ അല്ലേ? ഇതാണ് അടുത്ത ചോദ്യം. ഓക്കെ, ഇവിടെ നമുക്ക് ഇതുപോലെ തന്നെ ത്രികോണങ്ങൾക്ക് പേരൊക്കെ കൊടുത്തിട്ട് നമ്പർ കൊടുത്തിട്ട് ചെയ്യാം. അതാണ് എളുപ്പം. ഇത് ഒന്നാമത്തെ ത്രികോണം, ഇത് രണ്ടാമത്തെ ത്രികോണം. ജലദോഷമാണ്, അതാണ് ഒച്ച വയ്യാണ്ടിരിക്കണം കേട്ടോ. നമുക്ക് ഒന്നാമത്തെ ത്രികോണത്തിൻ്റെ ചെയ്യാം. ഒന്നാമത്തെ ത്രികോണം. അപ്പം അറിയാലോ പരപ്പളവ് എന്ന് പറയണത് എന്താണ്? ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ഒന്നാമത്തേൻ്റെ ബി എത്രയാ? 3 സെൻറ്റിമീറ്റർ. അതിൻ്റെ എച്ച് ഹൈറ്റ് എത്രയാ? 6 സെൻറ്റിമീറ്റർ. സോ പരപ്പളവ് എങ്ങനെ കിട്ടും? 1/2 ഇൻറ്റു 3 ഇൻറ്റു 6. സോ 6 3 18. 18/2 എത്ര? 9. പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു. 6 3 18. 18/2 9 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പം നമുക്ക് എന്ത് ചെയ്തു? ഒന്നാമത്തതിൻ്റെ പരപ്പളവ് കിട്ടി. ഇനിയോ രണ്ടാമത്തതിൻ്റെ. രണ്ടാമത്തെ ത്രികോണം പരപ്പളവ്. എന്താ പരപ്പളവിൻ്റെ ഇക്വേഷൻ? കുറേ പ്രാവശ്യം പറഞ്ഞ് നിങ്ങൾ കാണാൻ പഠിച്ചിട്ടുണ്ടാവും. എന്താണ്? ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്. രണ്ടാമത്തതിൻ്റെ ബി എന്ന് പറയുമ്പോൾ എത്ര? 2 സെൻറ്റിമീറ്റർ. അതിൻ്റെ എച്ചോ പഴയ പോലെ തന്നെ 6 സെൻറ്റിമീറ്റർ. സോ പരപ്പളവ് എന്ത് കിട്ടും? ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു 6. 6 2 12. 12/2 എത്ര കിട്ടും? 6 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പം അത്രയും കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാം? ആകെ പരപ്പളവ്. സോ ആകെ പരപ്പളവ് ഈക്വൽ ടു എന്താണ്? ത്രികോണങ്ങളുടെ പരപ്പളവിൻ്റെ തുക. ത്രികോണത്തിൻ്റെ പരപ്പളവിൻ്റെ തുക ഏതൊക്കെയാണ്? 9 + 6. 9 6 എത്രയാ? 15. സോ 15 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇത്ര എളുപ്പമാണ് അതിൻ്റെ ആൻസർ. 15 ആണ്. ഇത്ര ഉള്ളതിൻ്റെ. ഇതാണ് നമ്മുടെ അടുത്ത ചോദ്യം. നമ്മളെല്ലാ ചോദ്യം ചെയ്യണം ഒരേപോലെ മെത്തേഡ് തന്നെയാണ് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി. ഇത് ഒന്നാമത്തെ ത്രികോണം, രണ്ടാമത്തെ ത്രികോണം. അപ്പോൾ ഒന്നാമത്തെ ത്രികോണത്തിൻ്റെ പരപ്പളവ്. ഒന്നാമത്തെ ത്രികോണത്തിൻ്റെ പരപ്പളവ് ഇക്വേഷൻ ഒന്ന് തന്നെയാണ്. എന്താണ്? ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ഒന്നാമത്തിൻ്റെ ബി എത്രയാണ്? 2 സെൻറ്റിമീറ്റർ. ഇത് അതിൻ്റെ എച്ച് എന്ന് പറയുന്ന ഹൈറ്റാണ്. എത്ര? ഉയരം 7 സെൻറ്റിമീറ്റർ. സോ നമുക്ക് പരപ്പളവ് കിട്ടുമല്ലോ. 1/2 ഇൻറ്റു 2 ഇൻറ്റു 7. സോ 2 2 വെട്ടിപ്പോയി. എന്ത് കിട്ടും? 7 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഒന്നാമത്തേൻ്റെ കഴിഞ്ഞു. എളുപ്പമാണ്. ഇക്വേഷൻ അറിയാമെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇനി രണ്ടാമത്തെ ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്താണ്? ഇതേ ഇക്വേഷൻ തന്നെ. 1/2 ഇൻറ്റു ബി ഇൻറ്റു എച്ച്. രണ്ടാമത്തേൻ്റെ ബി എത്രയാ? 4 സെൻറ്റിമീറ്റർ ബീറ്റ. രണ്ടാമത്തേൻ്റെ എച്ച് എത്രയാ? 7 തന്നെ. അത് പിന്നെ സെയിം ആണല്ലോ രണ്ടിനും. സോ പരപ്പളവ് എന്ത് കിട്ടും? 1/2 ഇൻറ്റു 4 ഇൻറ്റു 7. അപ്പോൾ 7 4 28. 28/2 എത്ര കിട്ടും? 14 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ രണ്ടിൻ്റെ എന്ത് കിട്ടി? ഏരിയ കിട്ടി. ഇനി ആകെ ഏരിയ, അതായത് ആകെ പരപ്പളവ് എന്ത് ചെയ്യണം? രണ്ടും കൂടി കൂട്ടണം. 7 + 14 എത്ര കിട്ടും? 21 സെൻറ്റിമീറ്റർ സ്ക്വയർ. അത്ര ഉള്ളതിൻ്റെ ആൻസർ. ഒരേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ മക്കളെ? ഓക്കെ.
ഇതുവരെ ചെയ്ത പോലെയുള്ള ചോദ്യമല്ല ഇത്, ശ്രദ്ധിക്കണം. നോക്കിക്കേ, ഒരു മട്ടത്രികോണത്തിന്റെ പരപ്പളവ് 96 ചതുരശ്ര സെന്റിമീറ്റർ ആണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് പരപ്പളവ്, ത്രികോണത്തിന്റെ പരപ്പളവ് എന്താണ്? ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്, അതായത് ഹാഫ് ബി ഇൻറ്റു എച്ച് തന്നിട്ടുണ്ട്. എത്ര? 96 ആണ്. ലംബവശങ്ങൾ ഒന്നിൻ്റെ നീളം 16 സെൻറ്റിമീറ്റർ. തൽക്കാലം നമുക്ക് ബിക്ക് എന്ത് കൊടുക്കാം? 16 സെൻറ്റിമീറ്റർ എന്ന് കൊടുക്കാം. സോ ഇത് ബി ആണ്. എത്ര? 16. മറ്റേ വശത്തിൻ്റെ നീളം എത്ര? അതായത് എച്ച് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. നമുക്ക് എങ്ങനെ വരാം? ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് എത്ര? 96. ബി എത്രയാണ്? 16 ആണ്. അപ്പം അത് ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ ഹാഫ് ഇൻറ്റു 16 ഇൻറ്റു എച്ച് എത്ര? 96. ഇനി വെട്ടിക്കളയാം. ഈ 2 കൊണ്ട് വെട്ടാം. 2 ഒരു പ്രാവശ്യം, 2 16 8 പ്രാവശ്യം. സോ 8h ഈക്വൽ ടു 96. ഇതിന് എച്ച് എങ്ങനെ കിട്ടും? ഈ 8 ഈക്വൽ സൈൻ്റെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകണം. അപ്പം ബൈ ആവും. 96/8 എത്ര കിട്ടും? 12 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അത്രയേ ഉള്ളൂ അതിൻ്റെ ആൻസർ. അപ്പം എങ്ങനെ എഴുതി? ലാസ്റ്റ് ഉത്തരം എങ്ങനെ എഴുതണം? മറ്റേ വശത്തിൻ്റെ നീളം എത്ര? 12 സെൻറ്റിമീറ്റർ. ഈ ക്വസ്റ്റ്യൻ ചെയ്തേക്കണ മെത്തേഡ് ഒന്ന് എഴുതി തന്നെ പഠിക്കണം കേട്ടോ. നമുക്കിത് നേരെ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. നമ്മൾ ഈ എക്സർസൈസിൻ്റെ അവസാന ഭാഗത്തിലെത്തി. ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഒരു മട്ടത്രികോണത്തിൻ്റെ ലംബവശങ്ങൾ 12 സെൻറ്റിമീറ്റർ 15 സെൻറ്റിമീറ്റർ അങ്ങനെയാണ്. അപ്പം നമുക്ക് അങ്ങനെ പറയാം, ഒന്നാമത്തെ ത്രികോണം. ഓക്കെ, ഒന്നാമത്തെ ത്രികോണത്തിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അതിൻ്റെ പരപ്പളവ് എന്താണ്? ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് തന്നിട്ടുണ്ടോ? ബി എത്രയാണ്? 12. എച്ച് എത്രയാണ്? 15. നമ്മളെപ്പോഴും മാത്സിൽ പ്രോബ്ലം കിട്ടുമ്പോൾ മൊത്തം വായിച്ച് നോക്കാനൊന്നുമില്ല, തന്നേക്കുന്ന വെച്ചിട്ട് കുറച്ച് ചെയ്ത് പോകാം, എന്നിട്ട് ബാക്കി കുറച്ച് വായിക്കുക കേട്ടോ. അപ്പോൾ ഹാഫ് ഇൻറ്റു ബിക്ക് പകരം 12, എച്ചിന് പകരം 15. ഓക്കെ, അപ്പോൾ അത് എത്ര കിട്ടും? 2 കൊണ്ട് വെട്ടിക്കളയാൻ. 2 ഒരു പ്രാവശ്യം, 2 12 6 പ്രാവശ്യം. 6 ഇൻറ്റു 15 90 സെൻറ്റിമീറ്റർ സ്ക്വയർ. എന്ത്? ഒന്നാമത്തെ ത്രികോണത്തിൻ്റെ പരപ്പളവ്. ഇനി എന്താ പറഞ്ഞേക്കണേ? അതേ പരപ്പളവുള്ള മറ്റൊരു മട്ടത്രികോണം. അപ്പോൾ രണ്ടാമത്തെ ത്രികോണം പരപ്പളവിൻ്റെ ഇക്വേഷൻ അത് തന്നെ, ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്. പക്ഷെ എത്രയാണത്? 90 ആണ്. ലംബവശങ്ങൾ ഒന്നിൻ്റെ നീളം 18 സെൻറ്റിമീറ്റർ ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബി എത്ര? 18. നമ്മൾ നേരത്തെ പ്രോബ്ലം ചെയ്തില്ലേ, അതേപോലെ തന്നെ എന്ത് കണ്ടുപിടിക്കണം? എച്ച് കണ്ടുപിടിക്കണം. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ, ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് അതാണ് എന്ത്? 90. അതായത് ഹാഫ് ഇൻറ്റു 18 ഇൻറ്റു എച്ച് അതാണ് എന്ത്? 90. 18 എന്താ? ഒരു വശം 18 പറഞ്ഞിട്ടുണ്ട് കണ്ടോ. വെട്ടിക്കളയാം. 2 ഒരു പ്രാവശ്യം, 2 18 9 പ്രാവശ്യം. സോ 9h ഈക്വൽ ടു 90. അപ്പോൾ എച്ച് ഈക്വൽ ടു എന്ത്? 90/9 എത്ര കിട്ടും? 10 സെൻറ്റിമീറ്റർ. അപ്പോൾ കിട്ടിയില്ലേ? ഉത്തരം കിട്ടി. ഇനി അതങ്ങ് എഴുതുക. എന്ത്? ലംബവശത്തിൻ്റെ നീളം. അതാണ് ലംബവശം കേട്ടോ. ലംബവശത്തിൻ്റെ നീളം എത്ര? 10 സെൻറ്റിമീറ്റർ. ഇനി ചിലർക്കത് മനസ്സിലായിട്ടില്ല എന്താ സംഭവം. ഓക്കെ, നമ്മൾ ആദ്യത്തെ തന്നേക്കുന്ന ത്രികോണത്തിൻ്റെ ലംബവശങ്ങളുടെ നീളവും വീതിയൊക്കെ വെച്ചിട്ട് അതിൻ്റെ എന്ത് കണ്ടുപിടിക്കും? പരപ്പളവ് കണ്ടുപിടിക്കും. അതാണ് ഇത്. ഒന്നാമത്തേൻ്റെ പരപ്പളവ് കിട്ടും. ഇനി അത് തന്നെയാണ് രണ്ടാമത്തിൻ്റെയും പരപ്പളവ്. അപ്പോൾ അവിടെ എന്ത് തന്നെ എഴുതണം? അത് തന്നെ എഴുതണം. ഹാഫ് ഇൻറ്റു ബി എച്ച് അതും തന്നെയാണ് എന്ത്? 90. അതിൽ ഒന്നിൻ്റെ നമുക്കറിയാം, ബി നമുക്കറിയാം നീളം എത്രയാണ്? 18. അപ്പോൾ ഹാഫ് ഇൻറ്റു ബി എച്ച് ആണ് 90. ബി എത്ര? 18. അപ്പോൾ ഇക്വേഷനിൽ ബിക്ക് പകരം ഈ 18 ഇട്ട് കൊടുക്കും, എന്നിട്ട് എച്ച് കണ്ടുപിടിക്കും. ആ മെത്തേഡാണ് ഇത്. മനസ്സിലായോ? അപ്പോൾ ഈ പ്രോബ്ലങ്ങൾ ചെയ്തതിനകത്ത് അവസാനത്തെ 2 എണ്ണം ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്, എഴുതി പഠിക്കേണ്ടതാണ്. ബാക്കിയൊക്കെ നോക്കി പഠിച്ചാലും കുഴപ്പമില്ല. ഈ 2 ക്വസ്റ്റ്യൻ, അവസാനത്തെ 2 ക്വസ്റ്റ്യൻ എഴുതി തന്നെ പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ.